തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. നല്ല സോഫ്റ്റ് കലത്തപ്പം ഉണ്ടാക്കിയാലോ? കൃത്യമായ അളവിൽ എല്ലാ ചേരുവകളും എടുത്ത് നമുക്കിന്ന് പെർഫെക്റ്റ് കലത്തപ്പം ഉണ്ടാക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കുതിർത്ത പച്ചരി വെള്ളം ഡ്രെയിൻ ചെയ്ത് മിക്സി ജാറിലേക്ക് ഇടുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ജീരകം, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എന്നിവ കൂടി ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സി ജാറിൽ 3 തവണ നമുക്ക് പൾസ് മോഡിൽ ഇട്ടതിന് ശേഷം നൈസായി അരച്ചെടുക്കുക. അരച്ചതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ജാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി അടിച്ച് നമുക്ക് ഒഴിക്കാം. അരച്ചെടുക്കാനായി ഇന്ന് ആകെ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അരച്ചത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കിലോ ശർക്കര നമുക്ക് വേണ്ടി വരും. 3 കല്ലെടുത്താൽ 1/4 കിലോ ആവും. അതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് ശർക്കര പാനി തയ്യാറാക്കാം. ചൂടോട് കൂടി തന്നെ നമുക്ക് അതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ചൂടുള്ള ശർക്കര പാനി കുറച്ചായി നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാവിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കണ്ടിന്യൂസ് ഇളക്കണം. ഇല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചു പോകും. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. നമുക്ക് ഇന്ന് ആകെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അരക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം, ശർക്കര പാനിയാക്കാൻ 1/2 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഈ ഒരു കളറാവുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്ത് കോരാം. ഇനി 4 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് വറുത്തെടുക്കാം. ഇനി 10 അണ്ടിപ്പരിപ്പ് കൂടി നമുക്ക് വറുത്തെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരിയ എണ്ണ അത് 1 ടേബിൾ സ്പൂൺ അതും കൂടി ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ ചൂടായ കുക്കറിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ് എന്നിവ വിതറി കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. കുക്കറിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കുക്കറിനെ മാറ്റി വെക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. അതിലേക്ക് ആവി വീഴാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സൈഡൊക്കെ നന്നായി വിട്ടു വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതിനുശേഷം മെല്ലെ കൈകൊണ്ട് നമുക്ക് ഇതിനെ ഇതുപോലെ പൊക്കിയെടുക്കാം.
ഇപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുറിച്ച് നോക്കാം. വേണമെങ്കിൽ കത്തിയിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ മുറിക്കാം. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ആരുള്ള ടൈപ്പ് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല രുചിയുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.